ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ സെക്ഷനിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും നിധിയുടെയൊക്കെ കഥ നമ്മൾ എല്ലാ ദിവസവും പ്രമോ ശേഷമായിട്ട് ഇടുന്നുണ്ട്. അതും കൂടെ കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. അപ്പം അലീനയുടെ നാളത്തെ കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജീവ്, അതായത് വൈജയന്തിയുടെ ആങ്ങള, അല്പ ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്ന് ഈ കാര്യത്തിന് വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും വിഷയത്തിന് ഒരു പരിഹാരം കാണുവാൻ വേണ്ടി തന്നെയാണ് വന്നത് വെറും കൈയോടെയല്ല, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്ന രാജീവിനെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന. അങ്ങനെ വൈജയന്തിയുമായിട്ട് നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് ബാലചന്ദ്രനെ കാണുവാൻ വേണ്ടി പോവുകയാണ്. കാണുവാൻ പോകുന്നത് മാത്രമല്ല, ഒരു ഭീഷണി സ്വരത്തിൽ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നു. ബാലചന്ദ്രൻ പഴയ ബാലചന്ദ്രനല്ല എന്ന് രാജീവ് മനസ്സിലാക്കുന്ന ചില ദിവസങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ. അങ്ങനെ പഴയ രീതിയിൽ ഒന്ന് ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെങ്കിൽ കേറിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ രാജീവിൻ്റെ ഭീഷണിയൊന്നും ബാലചന്ദ്രൻ അംഗീകരിക്കാതെയും അങ്ങനെ വലിയ സംഘർഷഭരിതമാകുന്ന ചില മുഹൂർത്തത്തിലേക്ക് പോയി. ഞാൻ അങ്ങനെ രാജീവിന് മനസ്സിലായി, ഇനിയിപ്പം അലീനാനെ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ അവളുമായിട്ട് സംസാരിക്കണം, അവളെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് തീരുമാനമെടുക്കുക. അതിനു മുൻപ് നമ്മുടെ മനുവുമായിട്ട് സംസാരിക്കുന്നു. മനുവിനോട് പറയുന്നുണ്ട്, ഞാൻ ചില കാര്യം തീരുമാനിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പെങ്ങളുടെ വിഷയമാണ്. അതുകൊണ്ട് വൈജയന്തിയുടെ ജീവിതം ഭദ്രമാക്കുവാൻ വേണ്ടി ഞാൻ ചില നടപടികളുമായിട്ട് മുൻപോട്ട് പോകുക. അതിനകത്ത് നീ ഇടങ്ങേറിടല്, നീ ഇതിനകത്ത് ഇടപെടാൻ പാടില്ല എന്നൊരു ഭീഷണിയൊക്കെ നമ്മുടെ മനുവിനോട് രാജീവ് മുടക്കുന്നുണ്ട്. അപ്പം രാജീവിൻ്റെ മുൻപിൽ അത്രയ്ക്ക് അങ്ങ് നെഗളിച്ച് നിൽക്കുവാൻ, അല്ലെങ്കിൽ അത്രയ്ക്ക് ചങ്കൂറ്റത്തോളം നിൽക്കുവാൻ മനുവിനും കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാജീവ് അത്രത്തോളം ഈ മൂന്നാങ്ങളമാരിലും അത്രത്തോളം വാശിയും അല്ലെങ്കിൽ ദേഷ്യമുള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് സന്തോഷകരമാകുന്ന വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ മാമച്ചനും ഗ്രേസി മാമയും അത് രേവതിക്കുട്ടിയും നമ്മുടെ അലീനയെ എത്തുന്നുണ്ട് കേട്ടോ. ഇത് കാണുവാൻ എത്തുമ്പോൾ തന്നെ നമ്മുടെ വൈജയന്തി അവിടെയുണ്ട്, രാജീവിനോടൊപ്പം മടങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് ഈ മാമച്ചനോടും ഗ്രേസി മാമയോടും രേവതിക്കുട്ടിയോടൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ, അല്ലെങ്കിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറയുകയും, അങ്ങനെ മാമച്ചാനും അതുപോലെ ഗ്രേസി മാമയും രേവതിക്കുട്ടിയും ഒരു തീരുമാനമെടുക്കുകയും ഞങ്ങൾ അലീനയെ കൊണ്ടുപോകാം എന്നൊരു തീരുമാനമെടുക്കുക. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരികയും ബാലചന്ദ്രൻ പറഞ്ഞ, അലീനയെ നിങ്ങളുടെ കൂടെ കൊണ്ടുവിടുവാൻ എനിക്ക് തയ്യാറല്ല, അങ്ങനെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും പറയാം. അപ്പം വൈജയന്തി പറഞ്ഞത്, എനിക്ക് ഇവിടെ ഉള്ളത് സഹിക്കാൻ പറ്റില്ല, അവളെ ഇവിടെ ഒരു കാരണവശാലും നിർത്തുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയണം, അത് നിന്റെ വീട്ടിൽ ചെന്ന് ആജ്ഞാപിച്ചാൽ മതി. ഇവിടെ ഇതെൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം ആര് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന് പറയൂ കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ച് ബാലചന്ദ്രൻ നിൽക്കുകയും അവിടെ വൈജയന്തിയുടെ സകല പ്ലാനും പദ്ധതിയും തൻ്റെ ആങ്ങളയായ രാജീവിനെ കൊണ്ടുവന്ന പദ്ധതി പോലും പൊളിഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോവിശേഷത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അലീനയെ ഉപേക്ഷിക്കുവാൻ ബാലചന്ദ്രൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. മാമച്ചായനും അതുപോലെ ഗ്രേസി മാമയ്ക്കും ചില കാര്യങ്ങൾ മനസ്സിലായി. അലീനയെ ബാലചന്ദ്രൻ സ്നേഹിക്കുന്നുണ്ട്, ഒരു അച്ഛനെ പോലെ തന്നെയാണ് അച്ഛൻ മോളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയും അങ്ങനെ അവിടെ അലീനയെ കൂട്ടാതെ തന്നെ അവർ മടങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന ചില രസകരമാകുന്ന നിമിഷമുണ്ട്. എന്തായാലും അലീനയ്ക്ക് വലിയൊരു സപ്പോർട്ടായി ബാലചന്ദ്രനുള്ളപ്പം ആരൊക്കെ എന്ത് ചെയ്താലും തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസം മാമച്ചായനും ഗ്രേസി മാമയ്ക്കും രേവതിക്കുട്ടിക്കൊക്കെ ഉണ്ടാകുന്നതായിരിക്കും നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണുന്നത്. വീണ്ടും നാളത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.